നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാനാസാണ്. ഇന്നലെ ഞാൻ FB ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, പ്രവാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഒരുപാട് സുഹൃത്തു ഫലങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ വാട്സപ്പിലുമായിട്ടും പിന്നെ എന്നെ ബന്ധപ്പെട്ടു. ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ഒക്കെ ഇട്ട് ഭയങ്കര സപ്പോർട്ട്. എല്ലാവരും നല്ല നാട്ടുകാരായിക്കോട്ടെ, കുടുംബക്കാരുടെ ഭാഗത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാഗത്ത് വളരെ വലിയ പിന്തുണ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ കുറെ ആളുകളൊക്കെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ഇന്നലെ അച്ചാറിന്റെ പാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പാക്ക് ചെയ്യാനുണ്ട്. കുറച്ച് ഓർഡർ ഒക്കെ ഇന്നലെ അവർ തന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള ഓർഡറുകൾ കുറെ പാക്ക് ചെയ്യാണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ അച്ചാറുകളെ കുറിച്ച് പറയാന്നുള്ളത്, നമ്മൾ പ്രിസർവേറ്റീവോ കളറോ കെമിക്കലോ ഒന്നും ചേർക്കാതെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ശുദ്ധമായ നല്ലെണ്ണയിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണിത്. ഇതാണ് നല്ലെണ്ണ, സ്വർണ്ണ നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ എണ്ണയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. വേറെ കളറോ കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതില് നമ്മൾ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിന്റെ പാക്കിംഗ് ആണ്. ഇതിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാക്കിംഗ് നമുക്ക് ഗൾഫ് കൊണ്ടുപോകാൻ പറ്റിയ പാക്കിംഗ് ആണ്. ഗൾഫ് കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്, നമ്മൾ നല്ല അടിപൊളി സീലിംഗ് പാക്കിംഗ് ആണുള്ളത്. പിന്നെ ഇത് നമ്മൾ ഇന്ത്യയിൽ ഉടനീളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ എല്ലാവരും നേരിട്ട് വീട്ടിലേക്ക് ഈ സാധനം ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പൊ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ അച്ചാറുള്ളത്, അച്ചാറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഏതൊക്കെ അച്ചാറുള്ളതെന്നുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചത് മീൻ അച്ചാറാണ്. നമ്മളെ കേരന്റെ നാട്ടിൽ കിട്ടുന്ന കേരമീനാണിത്. ഇതിന്റെ അച്ചാറാണിത്, കേരമീന്റെ അച്ചാറാണിത്. ഇത് മുകളിൽ കാണുന്ന നല്ല ഉണ്ടാവുള്ളൂ. ഉപ്പ് അച്ചാർ ഒരുപാട് ഇടാറില്ല. നിങ്ങൾക്ക് കൊണ്ടൊരു കസ്റ്റമർ വേണമെന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ മീൻ അച്ചാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് വെളുത്തുള്ളി അച്ചാറുണ്ട്. വെളുത്തുള്ളി അച്ചാർ ഒരുപാട് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെളുത്തുള്ളി അച്ചാറായിരിക്കണം നോക്കിയാൽ റാക്കിൻ്റെ ഉള്ളിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് ചിക്കനാണ്, ചിക്കൻ അച്ചാറ്. പിന്നെ നമ്മളെ നല്ല നല്ല ക്വാളിറ്റി കൂടിയ ഉണക്ക സ്രാവ് വാങ്ങിയ അച്ചാറിനാണിത്. ഉണക്ക സ്രാവ് അച്ചാറുണ്ട്. ഇതിന്റെ സ്രാവിന്റെ ഫോട്ടോ കണ്ടില്ല, ഇതാണ് സാധനം. അപ്പോ ഉണക്ക സ്രാവ് അച്ചാറുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ ഈത്തപ്പഴം നാരങ്ങയാണ്. ഈത്തപ്പഴം നാരങ്ങ ലേബിളൊക്കെ പുതിയ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ ലോഗൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ലോഗയിലേക്ക് മാറിയിട്ടുണ്ട്. ഒക്കെ അപ്ഡേഷൻ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തത് പിന്നുള്ളത് ഈത്തപ്പഴം വെളുത്തുള്ളിയാണ്. ഈത്തപ്പഴം വെളുത്തുള്ളി ഉണ്ട്. പിന്നുള്ളത് നമ്മളെ നാട്ടിൽ ഇറക്കണ പോത്തിറച്ചിയുടെ അച്ചാറാണ്. വെള്ളിയാഴ്ചക്ക് ഇറക്കണ പോത്തില്ല, അവിടെ നമ്മൾ അടുത്ത പ്രദേശത്ത് നിന്ന് വാങ്ങുന്നതാണ്. നല്ല എല്ലും നെയ്യൊന്നും ഇല്ലാണ്ട് വാങ്ങി നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന അച്ചാറുകളാണ്. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രവാസികളുടെ വളരെ വലിയൊരു എനിക്കൊരു സപ്പോർട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നാട്ടുകാരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, കുടുംബക്കാരെല്ലാവരും സപ്പോർട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിന് വേണ്ടി എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളും മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണ മെഷീനാണിത് കേട്ടോ. നല്ല പാക്ക് ചെയ്യുന്ന മെഷീനാണിത്. പിന്നെ ഇനി കൂടുതൽ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.